ഈശോയുടെ സമാധാനം നമ്മളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നാം മൂലപാപങ്ങളെക്കുറിച്ച് ധ്യാനിച്ചു വരികയായിരുന്നു. അതിൽ 6ാമത്തെ പാപമായ അസൂയ എന്നാൽ എന്ത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഇന്നേ ദിവസം ധ്യാനിക്കാം. മനുഷ്യമക്കളായ നമ്മളെല്ലാം കീഴ്പ്പെടുത്തുന്ന ഒരു പാപമാണ് അസൂയ. അത് ഈ ലോകത്തിൽ ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ്. എന്താണ് അസൂയ? മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത എന്നോ മറ്റുള്ളവരുടെ നേട്ടങ്ങളിലോ ബഹുമാനത്തിലോ സമ്പത്തിലോ അവർക്കുണ്ടാകുന്ന സ്ഥാനമാനങ്ങൾ എനിക്കില്ല എന്നൊരു ചിന്ത വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നീരസം, ഇവയെല്ലാം നമുക്ക് അസൂയ എന്ന് പറയാം. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യത്തെ അസൂയ എവിടെയാണ് തുടങ്ങുന്നതെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് പറയുകയാണ്. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ അവിടുന്ന് അവനെ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുകയും ചെയ്യുന്നു. ദൈവം മനുഷ്യനെ നിത്യതയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി, അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കുകയാണ്. എല്ലാ സൗഭാഗ്യങ്ങളും അവന് നൽകി. ഒന്നിനും അവന് കുറവില്ലായിരുന്നു. തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ, അതായത് ദൈവത്തിൻ്റെ അതേ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെല്ലാം സൃഷ്ടിച്ച് ആ ദൈവീക സൗഭാഗ്യത്തിൽ നാം പങ്കുകാരായിരിക്കെ പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിലേക്ക് വരികയാണ്. എങ്ങനെയാണ് നമ്മുടെ ആദി മാതാപിതാക്കന്മാർ ദൈവത്തിൻ്റെ തോട്ടമായ ആ ഏദനിൽ പറുദീസായിൽ ദൈവത്തോടൊപ്പം എന്നും ഉലാത്തുമായിരുന്നു. ദൈവമായ കർത്താവ് അവരോടൊപ്പം നടക്കുവാൻ വരുമായിരുന്നു. അങ്ങനെ സകല സൗഭാഗ്യങ്ങൾ കൊണ്ട് മുടിചൂടി നിന്നിരുന്ന അവരെ ദൈവത്തോടൊപ്പമായ മലാഖയ്ക്ക് അസൂയപ്പെടുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 14-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പ്രധാന മാലാഖമാരിൽ ഒരാളായ ലൂസിഫർ ദൈവത്തേക്കാൾ വലിയവനാകാൻ ആഗ്രഹിച്ചു. അതോടെ അവൻ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനത്തിൽ സ്വർഗത്തിൽ വലിയൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും പരാജിതരായി. അവർ ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. എന്നിട്ട് ഭൂമിയിൽ നിന്നാണ് സത്താന് ആ ഏദനിൽ പ്രവേശിച്ച് നമ്മുടെ ആദി മാതാപിതാക്കന്മാരെ വഞ്ചനയിലൂടെ, കൗശലത്തിലൂടെ, അസൂയ നിമിത്തം അവരെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്തോസ് 11-ാം അധ്യായം 3-ഉം 4-ഉം തിരുവചനത്തിൽ പറയുന്നത്, സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നും വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലുമാണ്. കാരണം എഫെസ്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ തിരഞ്ഞെടുത്ത് ക്രിസ്തുവിൽ സൃഷ്ടിക്കുകയാണ് ദൈവം ചെയ്തത്. ഈ നിഷ്കളങ്കതയും ഈ സ്നേഹവും നഷ്ടപ്പെടുത്തുവാൻ ചതിയിലൂടെ അസൂയ മൂലമാണ് മനുഷ്യ മക്കളെ കീഴ്പ്പെടുത്തിയത്. അസൂയയാണ് നമ്മൾ ഓരോരുത്തരിലും ഇന്നും നിലനിൽക്കുന്നത്. നമ്മുടെ ആദി മാതാപിതാക്കന്മാർ പാപം ചെയ്ത ശേഷം അവർക്കുണ്ടായ കുഞ്ഞുങ്ങളായിരുന്നു ആബേലും കായേലും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ ആബേലും കായേനും ദൈവത്തിന് ബലിയർപ്പിക്കുകയാണ്. ആബേൽ തൻ്റെ കടിഞ്ഞൂൽ ആട്ടിൻകൂട്ടത്തിലെ ഏറ്റവും നല്ലതിനെ എടുത്ത് കർത്താവിൻ്റെ ബലി സമർപ്പിച്ചപ്പോൾ
ആബേലിനും അവൻ്റെ കാഴ്ചകളിലും കർത്താവ് സംപ്രീതനായി. ഇത് കായേന് ആബേലിനോട് അസൂയ ഉളവായതുകൊണ്ടാണ്. ആ അസൂയ എന്ന പാപം കൊലപാതകത്തിലേക്ക് നയിച്ചത്. യാക്കോബിൻ്റെ ലേഖനം 1-15 നാം കാണുന്നുണ്ട്, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അസൂയയായ ആ ദുർമോഹം വളർന്ന് അത് പാപത്തെ ജനിപ്പിച്ച് അത് മരണമാണ് ജനിപ്പിക്കുന്നത്. അങ്ങനെ ആ കുഞ്ഞിനെ അസൂയ നിമിത്തമാണ് കായേല് ആബേലിനെ കൊലപ്പെടുത്തുവാൻ ഇടയായത്. സാത്താന് ദൈവത്തോടുള്ള അസൂയ നിമിത്തമാണ്. അവന് ദൈവത്തെ മലിനപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട്, സ്വർഗരാജ്യത്തെ മലിനപ്പെടുത്തുവാൻ സാധിക്കാത്തതുകൊണ്ട്, ദൈവത്തിൻ്റെ സൃഷ്ടിയായ ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന മനുഷ്യനെ തൻ്റെ പാപം ചെയ്യിപ്പിച്ച് തൻ്റെ കൺട്രോളിലാക്കി പാപത്തിലേക്ക് നയിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം അസൂയ എന്ന പാപമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്കെല്ലാവർക്കും അസൂയ എന്ന ഒരു തിന്മ, ആ അസൂയയുടെ വേര് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട്. ഇതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മളെക്കാൾ ആരെങ്കിലും ഉയരുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസമാധാനം, ഒരു നീരസം ഇവയെല്ലാം ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ നമ്മളിലെല്ലാം അസൂയ എന്ന പാപമുണ്ട്. മറ്റുള്ളവരുടെ വളർച്ചയിൽ സന്തോഷിക്കുവാൻ ഉള്ള ഒരു കൃപ നമുക്കുണ്ടെങ്കിൽ അത് ദൈവസ്നേഹത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ്. അസൂയ എന്ന പാപത്തിൻ്റെ മറുമരുന്നാണ് സ്നേഹം. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 1 തിമോത്തിയോസ് 1-14 നമ്മുടെ കർത്താവിൻ്റെ കൃപ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി എന്ന് പറയുകയാണ്. ഈ കൃപ എപ്പോഴാണ് നമ്മളിലേക്ക് കവിഞ്ഞു ഒഴുകുന്നത്? ദൈവസ്നേഹവും വിശ്വാസവും നമ്മളിൽ ശക്തി പ്രാപിക്കുമ്പോഴാണ് ആ കൃപ നമ്മളിലേക്ക് കവിഞ്ഞൊഴുകാൻ സാധിക്കുന്നത്. ദൈവസ്നേഹം നമ്മളിൽ നിന്ന് നിറഞ്ഞു തുളുമ്പി വരുമ്പോൾ അസൂയയ്ക്ക് അവിടെ സ്ഥാനമില്ല. കാരണം 1 യോഹന്നാൻ 4-7 ദൈവത്തിൻ്റെ ഡെഫിനിഷൻ അഥവാ നിർവചനം എന്നാൽ സ്നേഹമാണ്. നമ്മളിൽ സ്നേഹമുണ്ടെങ്കിൽ, നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ സ്നേഹിക്കുന്ന ആരോടെങ്കിലും നമുക്ക് അസൂയ ഉണ്ടാകാറുണ്ടോ? നമ്മൾ സ്നേഹിക്കുന്നവർ അവർ ഏറ്റവും വളർന്നു വരണമെന്നല്ലേ നാം ആഗ്രഹിക്കുന്നത്? നമുക്ക് ഹൃദയത്തിൽ വെറുപ്പുള്ളവരോട്, നമുക്കിത്തിരി അകൽച്ചയുള്ളവരോടല്ലേ കൂടുതൽ നമുക്ക് അസൂയ ഉണ്ടാകുന്നത്? ദൈവരാജ്യം എന്നാൽ മറ്റുള്ളവരുടെ വളർച്ചയിലുള്ള സന്തോഷമാണ്. പ്രത്യേകിച്ച് ഓരോരുത്തരും ഈശോയിൽ ജനിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അപ്പോസ്തലപ്രവർത്തനം 12-24 പറയാണ്, ദൈവവചനം വളർന്ന് വ്യാപിച്ചു. ദൈവവചനം വളർന്ന് പന്തലിക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തരിലൂടെയുമാണ്. അതാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത് 54 1 നിൻ്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക. നമ്മൾ ഓരോരുത്തരും ഈ കൃപ, ആ ദൈവിക ചൈതന്യം, ദൈവസ്നേഹം നമ്മൾ ഓരോരുത്തരും വളർത്തുമ്പോൾ, അത് ഓരോരുത്തരിലും വളരുമ്പോൾ ദൈവം മഹത്വപ്പെടുകയും ഈ പാപങ്ങൾ എല്ലാം നിർമ്മാർജ്ജനം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. അതാണ് 2 കൊരിന്തോസ് 4-13 പറയുന്നത്. കൂടുതൽ ആളുകളിൽ കൃപ സമർത്ഥമാകുന്നത് വഴി ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നു. ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നത് എപ്പോഴാണ്? ഓരോ മനുഷ്യരിലും കൃപ വരുന്നത് വഴി. കൃപ എന്നാൽ എന്താണ്? പാപത്തോടുള്ള വിട പറച്ചിലാണ് കൃപ. റോമാക്കാർക്ക് ഇത് ലേഖനം 6-22-23 പറയണം, നമ്മൾ പാപത്തിൽ നിന്നും മോചിതരായി നീതിക്ക് അടിമകളായി വരുമ്പോഴാണ് കൃപയിലേക്ക് വരുന്നത്.
അപ്പം ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വരുമ്പോൾ ഒരു പാപത്തിനും നമ്മളിൽ അവസരം ഉണ്ടാവുകയില്ല. കാരണം ഹെബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ആ വിശുദ്ധി എന്നത് പരിപൂർണമാകുമ്പോഴാണ് ദൈവസ്നേഹം നമ്മളിൽ നിറയുന്നത്. ദൈവസ്നേഹം നിറഞ്ഞാൽ അവിടെ ഒരു പാപത്തിനും നിൽക്കാൻ സാധിക്കില്ല. അതാണ് 1 യോഹന്നാൻ 4-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുന്നത്, സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. നമ്മളിൽ ഭയം ഉണ്ടോ? കൊച്ചു പാപങ്ങൾക്ക് നമ്മൾ അടിമകളാണോ? എങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത വരാത്തത് കൊണ്ടാണ്. ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണത വരുമ്പോഴാണ് ഒരു തിന്മയ്ക്കും നമ്മളിൽ സ്ഥാനമില്ലാതെ വരുന്നത്. ദൈവസ്നേഹത്തിൻ്റെ അടിസ്ഥാനം ദൈവഭക്തിയാണ്. ദൈവഭക്തിയിൽ നമ്മൾ വളർന്നു വരുമ്പോൾ ഈശോ നമ്മളിൽ വളരുകയും, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണം. ഈശോ നമ്മളിൽ ഓരോരുത്തരും വളർന്ന് 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 വരുമ്പോഴാണ് നമ്മളിലെ എല്ലാ തിന്മകളും നമ്മളിൽ നിന്ന് കുറഞ്ഞു 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 വരികയും മറ്റൊരു ക്രിസ്തുവായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുകയും ചെയ്യും. അതാണ് 2 കൊരിന്തോസ് 5-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. നമ്മൾ ഓരോരുത്തരും പുതിയ സൃഷ്ടികളാകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അപ്പം പാപത്തിൻ്റെ ഓരോ വേരുകൾ നമ്മളിൽ നിന്ന് നുള്ളി മാറ്റി വിശുദ്ധിയിലേക്ക് കടന്നു വന്ന് ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ അസൂയ എന്ന പാപം തലമുറകളായി നമുക്ക് ഓരോരുത്തരും കൈമാറ്റം ചെയ്ത് കിട്ടുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ ജോസഫിനെ വിൽക്കാൻ കാരണം എന്താണ്? ജോസഫിൻ്റെ പിതാവ് തൻ്റെ 11 മക്കളെക്കാൾ ഉപരി ജോസഫിനെ സ്നേഹിച്ചു. കാരണം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവനൊരു സ്വപ്നം കാണാൻ ഇടയാകുകയാണ്. ഈ കാരണങ്ങളാൽ ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ജോസഫിനോട് അസൂയ തോന്നുകയും ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. പിതാവാകട്ടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ സഹോദരന്മാർക്ക് അസൂയ തോന്നുകയും അവർ ജോസഫിനെ ഈ അസൂയ നിമിത്തം പൊട്ടക്കിണറ്റിൽ കൊണ്ട് ഇടുകയും ചെയ്തു. ജ്ഞാനം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ പൊട്ടക്കിണറ്റിൽ കിടന്നപ്പോഴും ഒന്നും സംഭവിച്ചില്ല ജോസഫിന്. പിന്നീട് അവനെ മിദ്യാൻകാർക്ക് അടിമകൾക്ക് വിൽക്കുകയാണ്. അടിമയായി അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴും അവൻ കാരാഗ്രഹത്തിൽ ബന്ധിതനായപ്പോഴും കാരാഗ്രഹത്തിലും അവനെ ഉപേക്ഷിച്ചു പോകാത്ത ദൈവിക ജ്ഞാനം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവനെ എല്ലാവർക്കും മുകളിലാക്കി. ജോസഫ് ആ ഉന്നതത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സഹോദരന്മാർ ജോസഫിനെ സന്ദർശിക്കാൻ ഇടയാകുകയും ജോസഫിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുകയും ചെയ്തു. ജോസഫിന് വേണമെങ്കിൽ പ്രതികാരം ചെയ്യാമായിരുന്നു. ജോസഫ് എന്താണ് ചെയ്തത്? ജോസഫ് തൻ്റെ സഹോദരന്മാരെ ആശ്വസിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, എന്നാൽ ദൈവം അത് നന്മയ്ക്കായിട്ട് മാറ്റി. ഇന്ന് കാണുന്നത് പോലെ അനേകരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് അന്ന് നിങ്ങളിലൂടെ കർത്താവ് അങ്ങനെ ചെയ്തതെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് തകർച്ചകൾ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവരാൽ നമ്മൾ പീഡിപ്പിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് പൊട്ടക്കിണറ്റിൽ മറ്റുള്ളവർ നമ്മളെ കൊണ്ടയിടുമ്പോഴും നാം കർത്താവിൽ ആണെങ്കിൽ, കർത്താവിൻ്റെ വചനം നമ്മളിൽ വസിച്ചാൽ ഈ ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. ദൈവവചനം നിത്യം നിലനിൽക്കുന്നതാണ്.
മർക്കോസിൻ്റെ സുവിശേഷം 13-31 ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾക്ക് മാറ്റം സംഭവിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 23-29 ദൈവവചനം പാറയെ തകർക്കുന്ന കൂടം പോലെയാണ്. വെളിപാട് പുസ്തകം 19-13 അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു, അവൻ്റെ നാമം ദൈവവചനമെന്നാണ്. ദൈവവചനം ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-5 പിതാവായ ദൈവത്തോട് കൂടെയായിരുന്ന വചനം ദൈവമാണ്. ഈ ദൈവവചനത്തെ നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ വചനം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. മറ്റെല്ലാം നമ്മളെ ഉപേക്ഷിച്ച് പോകും, എല്ലാം നമ്മളെ കൈവിടും. പക്ഷേ ഈ വചനത്തിന് ഒരിക്കലും മാറ്റം വരത്തില്ല. വചനമാണ് നമ്മളിൽ വസിക്കുന്നതെങ്കിൽ ഈ വചനം നമ്മളെ സംരക്ഷിക്കും. ദുഃഖങ്ങളും ദുരിതങ്ങളും കാരാഗ്രഹങ്ങളും അപമാനങ്ങളും ഉണ്ടാകുമ്പോൾ കൂടെ നിൽക്കുന്ന എല്ലാവരും നമ്മളെ ഉപേക്ഷിച്ച് പോകും. എന്നാൽ കർത്താവിൻ്റെ വചനം നിത്യം നിൽക്കുന്ന വചനത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 10-14 രാജകീയമായ ചെങ്കോലും തൻ്റെ യജമാനന്മാരുടെ മേലുള്ള ആധിപത്യവും ലഭിക്കുമ്പോളം കാരാഗ്രഹത്തിൽ അവനെ ഉപേക്ഷിച്ചു പോയില്ല. ശത്രുവിൻ്റെ ആരോപണം കള്ളമാണെന്ന് തെളിയുകയും അവന് നിത്യമായ ബഹുമതി നേടിക്കൊടുക്കുകയും ചെയ്തു. ഒരിക്കലും ദൈവവചനം നമ്മളെ ഉപേക്ഷിച്ച് പോവുകയില്ല. ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എപ്പോഴാണ്? നമ്മൾ പാപത്തിലേക്ക് പോയാൽ ദൈവവചനത്തിന് നമ്മളെ വസിക്കാൻ പറ്റത്തില്ല. അസൂയയെക്കുറിച്ച് പറയുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6-23 ഹീനമായ അസൂയമൊത്ത് ഞാൻ ചരിക്കുകയില്ല, അതിന് ജ്ഞാനത്തോട് ഒരു ബന്ധവുമില്ല. ഈ അസൂയയോ അതുപോലെ ഏതെങ്കിലും പാപമോ നമ്മളിൽ ഉണ്ടെങ്കിൽ ജ്ഞാനത്തിന് അവിടെ വസിക്കാൻ സാധിക്കുകയില്ല. കാരണം കർത്താവിൻ്റെ ഇരിപ്പിടം എവിടെയാണ്? വിശുദ്ധിയിലാണ് കർത്താവിൻ്റെ ഇരിപ്പിടം. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-15-16 നമ്മളോട് ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നത്. അത്യുന്നതനും മഹത്വപൂർണനുമായവൻ, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു. ദൈവം അത്യുന്നതനാണ്, മഹത്വപൂർണനാണ്. ദൈവത്തിൻ്റെ വാസസ്ഥലം അനന്തതയിലാണ്. എന്നിട്ട് പറയാണ്, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. അനുതാപമുള്ള ഹൃദയം, വിനീതമായ ആത്മാവ്, വിശുദ്ധിയുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഹൃദയമെങ്കിൽ അതാണ് ഈശോയുടെ വിശ്രമസ്ഥലം. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും സഞ്ചരിക്കുന്ന ദൈവവചനങ്ങളായിട്ട് മാറേണ്ടവരാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചാലോ, അസൂയ വരുമ്പോഴേ, ഓരോ പാപങ്ങൾ വരുമ്പോഴേ ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കാൻ ഇടയാകും. അതാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119-11 അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഓരോ വചനവും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് വഴി പാപത്തിന് നമ്മുടെ മേൽ ഭരണം നടത്താതെ ദൈവത്തിൻ്റെ ചൈതന്യം ആ പാപത്തെ കീഴ്പ്പെടുത്തും. ദൈവത്തിൻ്റെ ചൈതന്യമായിരിക്കും പിന്നീട് നമ്മളെ നയിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-14 ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും, നീ മലകളെ മെതിച്ചു പൊടിയാക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പാപങ്ങളെയും മെതിച്ചു പൊടിയാക്കുന്ന ദൈവവചനത്തിന് നമ്മളെ ശക്തിപ്പെടുത്തുവാനും നമ്മളെ സഹായിക്കാനും സാധിക്കും. അതുകൊണ്ട് ഈ അസൂയ എന്ന പാപത്തെ നമ്മളിൽ നിന്ന് പരിപൂർണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. 1 കൊരിന്ത്യർ 3-1 ഹെഡിങ് തന്നെ പക്വത പ്രാപിക്കാത്തവർ എന്നാണ്. ഇവിടെ പറയുകയാണ്, സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡീക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ്
നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡീക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡീകരും സാധാരണക്കാരനുമല്ലേ? നമ്മളുടെ ഇടയിൽ അസൂയ, തർക്കം ഇവയെല്ലാം നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ജഡം നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ്. തിന്മ നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ് അസൂയയും തർക്കവും നമ്മളെ നിലനിൽക്കുന്നത്. നാം കണ്ടു, നാവിനെ നിയന്ത്രിച്ചാലോ തർക്കം അവസാനിക്കും. അസൂയ വിട്ടു പോണെങ്കിൽ ദൈവസ്നേഹം നമ്മളിലേക്ക് വരണം. ഈ പക്വത പ്രാപിച്ചവരായി തീരുമ്പോഴാണ്, ആത്മീയ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ പാപങ്ങളെല്ലാം നമുക്ക് ഉപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഈശോയുടെ ആ പീഡാസഹനങ്ങളുടെ സമയത്ത് മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 35 മുതൽ 45 വരെയുള്ള തിരുവചനത്തിൽ, അങ്ങയുടെ രാജ്യത്തിൽ അങ്ങ് മഹത്വത്തിലിരിക്കുമ്പോൾ എൻ്റെ ഒരു പുത്രൻ വലത്തും ഇടത്തും ഇരിക്കാൻ ഇടയാകണമെന്ന് സെബെദിയുടെ പുത്രന്മാരുടെ അമ്മ ഈശോയെ സമീപിച്ച് പറയുകയാണ്. അപ്പോൾ മറ്റ് ശിഷ്യന്മാർക്ക് അസൂയ നിമിത്തം അവരോട് ഇടർച്ച തോന്നുകയാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്ക് യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി. അമർഷം വരുന്നത് എപ്പോഴാണ്? അസൂയയിൽ നിന്നാണ്. കാരണം ദൈവരാജ്യത്തിൻ്റെ വലഭാഗത്ത് അവർ രണ്ടും ഇരുന്നാൽ മറ്റ് ശിഷ്യന്മാർക്ക് ഈ സ്ഥാനം കിട്ടില്ലല്ലോ എന്നോർത്ത് അവർക്ക് അമർഷം തോന്നുകയാണ്. അപ്പോൾ ഈശോ അവരോട് പറയുകയാണ്, വിജാതിയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. യജമാനത്വവും അധികാരമോഹവും നമ്മുടെ ഉള്ളിൽ വരുമ്പോഴാണ് അസൂയ എന്ന പാപം നമ്മളിൽ വരുന്നത്. നമ്മൾ എളിമപ്പെടാൻ തയ്യാറാണോ? മറ്റുള്ളവർ ചെയ്തോട്ടെ. ഫിലിപ്പിയർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനത്തിൽ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു എന്നാണ് ആ വചനത്തിൻ്റെ ഹെഡിങ്. അവിടെ പറയുകയാണ്, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ദൈവരാജ്യത്തിലേക്ക് വിളിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും യജമാനത്വം പുലർത്താനോ അധികാരം പ്രയോഗിക്കാനോ അല്ല വിളിക്കപ്പെട്ടത്. എന്നിട്ട് ഈശോ പറയുകയാണ്, എന്തെന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനുമായിരിക്കണം. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് എളിമ സ്വീകരിച്ചുകൊണ്ട് അധികാരമോഹവും യജമാനത്വവും ഉപേക്ഷിച്ച്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഈശോ എന്താണ് മറ്റുള്ളവർ ചെയ്യുന്നതെന്ന് വ്യത്യസ്തമായിട്ട് തൻ്റെ ശിഷ്യരുടെ താൻ തിരഞ്ഞെടുത്ത് തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പാദങ്ങൾ കഴുകി അവരെക്കാൾ എളിമപ്പെട്ട് ഈശോ എല്ലാവരെയും ഉൾക്കൊള്ളുന്നുണ്ട്. ഈശോ പ്രസംഗിച്ച സമയത്ത് സ്നാപക യോഹന്നാൻ വേറൊരു സൈഡിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ശിഷ്യന്മാർ വന്ന് പറയുമ്പോൾ ഈശോ പറയുന്നത് എന്താണ്? നമുക്ക് എതിരല്ലാത്തവൻ നമ്മോട് കൂടെയാണെന്ന്. അതാണ് ഈശോയുടെ മനസ്സ്. നമ്മൾ ഓരോരുത്തരും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ, 1 രാജാക്കന്മാർ 4-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ സോളമന് കർത്താവ് മണൽത്തരി പോലെ വിശാലമായ ഒരു ഹൃദയം കൊടുത്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിലോ ആ കർത്താവിൻ്റെ രാജ്യം നമ്മൾ വിസ്തൃതമാക്കുകയാണ് ചെയ്യുന്നത്. ദൈവം മഹത്വപ്പെടുന്നത് വഴി ലോകത്തിൽ നിന്ന് പാപങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയാണ്. 1 സാമുവേൽ 16-ഉം 17-ഉം 18-ഉം അധ്യായം നാം വായിക്കുമ്പോൾ ദൈവം സൗളിനെ തൻ്റെ രാജ്യത്തിലേക്ക് തിരഞ്ഞെടുത്ത് സൗൾ രാജാവായി വാണുകൊണ്ടിരിക്കെ ഗോലിയാത്ത് എന്നൊരു മല്ലന് ഇസ്രായേൽ ജനത്തിനെതിരെ വെല്ലുവിളിച്ചപ്പോൾ ഗോലിയാത്തിനെ തകർക്കുവാൻ ആർക്കും സാധിക്കാതെ വന്നപ്പോൾ ദാവീദ് എന്ന ഇടയ ബാലൻ അവിടെ എത്തപ്പെടുകയും ദാവീദ് കാര്യം അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ദാവീദിൻ്റെ സഹോദരന്മാർക്ക് ദാവീദിനോട് അസൂയ തോന്നുകയും ആ ചേട്ടന്മാർ അവനെ ശകാരവാക്കുകൾ പറയുകയും ചെയ്യുന്നുണ്ട് 1 സാമുവേൽ 17-ാം അധ്യായത്തിൽ. എങ്കിലും ആ രാജ്യം ഭയപ്പെട്ട് സൗൾ ദാവീദിനെ
ഈ ഗോലിയാത്തിനെ തകർക്കാനായിട്ട് അയക്കുകയാണ്. ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആ ഗോലിയാത്തിനെ തകർത്ത് തിരിച്ചു വന്നപ്പോൾ ആ സ്ത്രീകൾ പാടുകയുണ്ടായി, ദാവീദ് 10,000 കൊന്നു, സൗളാകട്ടെ 1000. ഇത് സൗളിൻ്റെ ഹൃദയത്തിൽ ദാവീദിനോട് അസൂയ തോന്നുകയും സൗളിൻ്റെ അവസാന നിമിഷം വരെ ദാവീദിനെതിരെ പടപൊരുതുകയുമാണ് ചെയ്യുന്നത്. ഈ അസൂയയാണ് സൗളിനെ പാപത്തിലേക്ക് നയിച്ചതും ദാവീദിൻ്റെ പിന്നാലെ ഓടുവാൻ വേണ്ടി ശ്രമിച്ചതും. എന്നാൽ ദാവീദാകട്ടെ തൻ്റെ യജമാനന് നന്മ ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ് ചെയ്തത്. 1 സാമുവേൽ 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ സാമുവേലിനെ കർത്താവ് വിളിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ അരുളപ്പാടൊന്നും ഇല്ലാതിരിക്കെ സാമുവേൽ എന്ന ബാലന് ദേവാലയത്തിൽ കിടന്നുറങ്ങിയപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു, സാമുവേൽ സാമുവേൽ. സാമുവേൽ വിചാരിച്ചു പുരോഹിതനായ ഏലിയാണ് അവിടുത്തെ വിളിക്കുന്നതെന്ന്. ഏലിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, അങ്ങനെ വിളിച്ചോ എന്ന്. ഏലി മറുപടി പറഞ്ഞു, ഇല്ല, ഞാൻ അങ്ങയെ വിളിച്ചിട്ടില്ല എന്ന്. അങ്ങനെ വീണ്ടും പോയി കിടന്നുറങ്ങിയപ്പോൾ വീണ്ടും ശബ്ദം ശ്രവിക്കുകയാണ്. പിന്നീട് പുരോഹിതനായ ഏലിക്ക് മനസ്സിലായി ഇത് കർത്താവിൻ്റെ സ്വരമാണെന്ന്. ഏലി ആ കൊച്ചു സാമുവേലിനോട് പറഞ്ഞു, ഇനിയും വിളി കേൾക്കുകയാണെങ്കിൽ നീ ഇപ്രകാരം പറയണം, ഇതാ അങ്ങയുടെ ദാസൻ അരുളി ചെയ്താലും എന്ന്. അങ്ങനെ സാമുവേൽ പറയുകയും ഏലിയുടെ ഭവനത്തിനെതിരായി കർത്താവിൻ്റെ കരം വന്നു എന്ന മെസ്സേജ് കർത്താവ് സാമുവേലിന് നൽകി. ഇത് ഏലിയോട് പറയാൻ സാമുവേൽ മടിച്ചുവെങ്കിലും ഏലിയുടെ നിർബന്ധപ്രകാരം സാമുവേൽ ഇത് ഏലിയോട് പറയുകയാണ്. ആ പുരോഹിതന് അസൂയ ഇല്ലാത്തതുകൊണ്ട് കർത്താവ് തരുന്നതെല്ലാം സ്വീകരിക്കുവാൻ അദ്ദേഹം തയ്യാറാകുകയാണ്. ഈ ഒരു വലിയ മനസ്സാണ് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയത്. ഇതായിരുന്നു ഈശോയുടെ മനസ്സ്. നമ്മളിലെ അസൂയ എന്ന പാപത്തെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. അതാണ് 1 പത്രോസ് 2-ാം അധ്യായത്തിലും 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിലും പക്വത പ്രാപിക്കാതെ വരുമ്പോഴാണ് നമ്മളിൽ ഈ പാപങ്ങളെല്ലാം കുടികൊള്ളുന്നത്. അപ്പം നമ്മൾ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു പോരുമ്പോൾ ഓരോ തിന്മകളെ നമ്മൾ തന്നെ നിയന്ത്രിക്കണം. അതിനാണ് നമ്മൾ 4 വർഷത്തെ ഒരു ട്രെയിനിങ്. ഓരോ വചനവും പാലിച്ച് ചിലപ്പോൾ നമ്മൾ തെറ്റിൽപ്പെടും. എന്നിരുന്നാലും കുമ്പസാരം എന്ന കുദാശയിലൂടെ നമ്മൾ ഏറ്റുപറഞ്ഞ് അനുദിനം നമ്മൾ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. കർത്താവിൻ്റെ ചൈതന്യം നമ്മളെ വലയം ചെയ്താലോ? 1 യോഹന്നാൻ 3-ാം അധ്യായം 9-ാം തിരുവചനത്തിൽ പറയാണ്, ദൈവത്തിന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവ ചൈതന്യം അവനിൽ വസിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിലുണ്ടെങ്കിലോ പാപ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ അറിയാതെ തന്നെ ഈ വചനം നമ്മളെ കാത്തുകൊള്ളും, വചനം നമ്മളെ സംരക്ഷിക്കും. അതാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 21-ഉം 22-ഉം തിരുവചനത്തിൽ, അവയെ നിൻ്റെ ഹൃദയത്തിൽ സദാ ഉറപ്പിച്ചുകൊള്ളുക, അവ നിൻ്റെ കഴുത്തിൽ ധരിക്കുക, നടക്കുമ്പോൾ അവ നിന്നെ നയിക്കും. നമ്മൾ നടക്കുമ്പോൾ ദൈവവചനം നമ്മളെ നയിക്കും. എന്നിട്ട് പറയാണ്, കിടക്കുമ്പോൾ നിന്നെ കാത്തുകൊള്ളും, ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കും. കിടക്കുമ്പോൾ നമ്മളെ കാക്കുന്നത്, നടക്കുമ്പോൾ നമ്മുടെ കൂടെ വരുന്നത്, ഉണരുമ്പോൾ നമ്മളെ ഉപദേശിക്കുന്നതെല്ലാം ഈ ദൈവവചനമാണ്. നമുക്ക് ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കാം. ഈശോയുടെ ജീവിതത്തിലും ഈശോയെ കുരിശ് മരണത്തിന് വിധിക്കപ്പെടുവാൻ കാരണം എന്തായിരുന്നു? പുരോഹിതന്മാർക്ക് അവിടുത്തെ മേലുള്ള അസൂയയായിരുന്നു. നമ്മൾ ഓരോരുത്തരും ഈശോ ജീവിക്കുമ്പോൾ, ലോകത്തിൽ ജീവിക്കുമ്പോൾ അസൂയ എന്ന പാപം നമ്മളിലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഈ അസൂയയുടെ വേരിൽ നിന്നാണ് അനേക പാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 33-ഉം 34-ഉം തിരുവചനത്തിൽ പറയുന്നുണ്ട്, അസൂയ പുരുഷനെ കോപാകുലനാക്കുന്നു. നമ്മളിൽ അസൂയ ഉണ്ടെങ്കിലോ അത് നമ്മളെ കോപാകുലനാക്കും. ചിലപ്പോൾ നാവിനെ നിയന്ത്രിക്കാൻ നമ്മൾ ചീത്തവരോട് പറയും. വിദ്വേഷം വളരാൻ കാരണം അസൂയയാണ്. ഇങ്ങനെ പല പാപത്തിലേക്ക് നമ്മളെ നയിക്കപ്പെടുന്നതും അസൂയ മൂലമാണ്.
നമ്മൾ കാണുകയായിരുന്നു 1 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനത്തിൽ നിങ്ങളെല്ലാ തിന്മയും വഞ്ചനയും കാപട്യവും അസൂയയും ഉപേക്ഷിക്കുകയും നമ്മൾ ഈ പാപങ്ങളാണ്, ഇവ ഉപേക്ഷിക്കേണ്ടവരാണ് നമ്മൾ. 2 കൊരിന്തോസ് 12-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ 9 പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയും അസൂയ ഒരു പാപമാണ്. അപ്പം ഈ അസൂയ നമ്മളിൽ നിന്ന് വിട്ടുപോയി ദൈവീക അസൂയ നമുക്ക് വന്നാൽ കുഴപ്പമില്ല. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ 2 കൊരിന്തോസ് 11-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുന്നത്, എനിക്ക് നിങ്ങളോട് ദൈവീകമായ അസൂയ തോന്നുന്നു. എപ്പോഴാണ് തോന്നുന്നത്? എന്തെന്നാൽ നിർമ്മലമായ വധുവിനെ അവളുടെ ഭർത്താവിന് എന്നതുപോലെ നിങ്ങളെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന്. അപ്പം ഓരോരുത്തരും ക്രിസ്തുവിൽ നമ്മളെക്കാൾ കൂടുതൽ വളർന്ന് വരുമ്പോൾ നമുക്ക് ദൈവികമായ അസൂയ തോന്നാം. അത് ദൈവത്തിൽ നിന്നാണ്, അത് സന്തോഷത്തിൻ്റെയാണ്. അപ്പം അല്ലാത്ത എല്ലാ പാപത്തിൽ നിന്നും നമുക്ക് മോചിതരാകാൻ പ്രാർത്ഥിക്കാം. ദൈവവചനം നമ്മളിൽ ആഴമായി പതിയട്ടെ. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 45-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഈ വചനങ്ങൾ ആഴത്തിൽ നിങ്ങളിൽ പതിയട്ടെ. നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം മൂലപാപങ്ങളെക്കുറിച്ച് കാണുകയായിരുന്നു. ഇവയെല്ലാം നമ്മളിൽ നിന്ന് ഒഴിവാക്കി പടിപടിയായിട്ട് ഉപേക്ഷിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകം 10-ാം അധ്യായം 1-2 തിരുവചനത്തിൽ പറയുന്നുണ്ട്, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. അപ്പം നമ്മൾ ഈ പാപങ്ങൾ ഓരോന്നായിട്ട് ഉപേക്ഷിക്കാം. ചിലപ്പോൾ വീണ്ടും നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ നാം നിരാശരാകാതെ, മിക്ക പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം തിരുവചനമായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. അവിടെ പറയുകയാണ്, എൻ്റെ ശത്രുക്കളെ നിങ്ങൾ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, വീണാലും ഞാൻ എണീക്കും, ഞാൻ ഇരുട്ടത്തായാലും കർത്താവായിരിക്കും എൻ്റെ പ്രകാശം. നമ്മൾ പലപ്പോഴും ഇരുട്ടായിരിക്കും, പലപ്പോഴും നമ്മൾ വീഴും. അവിടെയൊന്നും നമ്മൾ പരാജിതരാകാതെ സാത്താനെതിരെ നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ നാമം വഹിച്ചുകൊണ്ട്, നിയമാവർത്തനം 28-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കൊണ്ട് ലോകത്തിലുള്ള സകല ജനതകളും നിന്നെ ഭയപ്പെടുവാൻ ഞാൻ ഇടയാക്കും. ഈശോയുടെ നാമം നമുക്ക് വഹിക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ കർത്താവിൻ്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ ഓടിക്കയറി അത് സുരക്ഷിതമായി ഇരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ നാമത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈശോയുടെ നാമം നമ്മൾ വഹിച്ചാലോ പാപത്തിന് നമ്മളിൽ വസിക്കാൻ സാധിക്കാതെ വരും. സാത്താന് ഇടം നൽകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മളെത്തും. ദൈവം വസിക്കുന്ന ഒരു കൂടാരങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. പരിശുദ്ധ കന്യാമറിയം എലിസബത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞവളായി ഇപ്രകാരം പറഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിൻ്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. നമ്മുടെ കൂടിക്കാഴ്ച മറ്റുള്ളവർക്ക് അസ്വസ്ഥ വരുന്നുണ്ടോ? അവർ ഓരോ പാപത്തിനും അടിമകളാകുന്നുണ്ടോ? അതോ അവർ പരിശുദ്ധാത്മാവുകൊണ്ട് നിറയുന്നുണ്ടോ? നമ്മൾ പരസ്പരം കൂടിക്കാണുമ്പോൾ നമ്മുടെ സംസാരം ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണോ? അവിടെ ദൈവകൃപ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? അതോ പരദൂഷണവും ഏഷണിയുമാണോ, മ്ലേച്ഛ സംസാരങ്ങളാണോ നമ്മളിൽ നിന്ന് വരുന്നത് എന്ന് നമുക്കൊന്ന് പര്യാലോചിക്കാം. ഓരോ ദിവസവും ഈശോയിലേക്ക് നമുക്ക് വളരാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധത്തെയും മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.